രാവിലത്തെ ചായകുടിൻ്റെ ഇടയിൽ ഇങ്ങനെ മുന്നേക്ക് നോക്കുമ്പോണ്ടിട്ട് കൊട്ടയിൽ 2-3 ചക്ക അവിടെ കൂട്ടി വെച്ചതിന്. അപ്പം ഞാൻ അമ്മേനോട് ചോദിച്ചു ഇതിപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടി വെച്ചിട്ടോ. അപ്പം അമ്മ പറഞ്ഞു താഴണ്ടത്തുള്ള പിലാവ് മുറിച്ചതിന് ജയിലാട്ടൊക്കെ ഒന്ന് പോയി നോക്കുക പറഞ്ഞിട്ടോ. അപ്പം ഞാൻ നേരെ പോയി നോക്കി പിലാവിൻ്റെ തൊട്ട്. നമ്മൾ കുറേ കയറി ഇറങ്ങിയ പിലാവ് കേട്ടോ. അപ്പോൾ ഇത് പിലാപ്പില വേറെ പിലാവ് വേറെ കായ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള പിലാവ് മുറിച്ചതിന് ഒന്നവിടെ പോയി നോക്കിയിട്ട് എല്ലാം ഏതായിട്ടും ഭാഗ്യം ടൈമേ ചെറിയ ചക്കൊട്ടീന് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് കിട്ടിയൊരു തേങ്ങയും കജ്ജലും എടുത്തായിട്ട് പെരേക്ക് നടന്നിട്ടോ. പെരേക്ക് നടന്നിട്ട് പിന്നെ നേരെ അതിനൊരു ഇടിച്ചക്ക എടുത്തായിട്ട് ഇടിച്ചക്കൻ്റെ കൂട്ടാൻ വെക്കാൻ വേണ്ടി ഒരുങ്ങലെടുത്തിട്ടോ. ആദ്യം തന്നെ ഞാനൊരു കത്തിയും മുറും അതേപോലെ എൻ്റെ അവിടെ ഉണ്ടായതിന് മട്ടിൻ്റെ കുപ്പി ഇങ്ങോട്ട് എടുത്തിട്ടോ. ഇങ്ങോട്ട് മട്ടൻ കുപ്പിയിൽ നിന്ന് കുറച്ച് മട്ട് കജ്ജമലാക്കിയിട്ട് നല്ലോണം ഇങ്ങോട്ട് തേമ്പി പിടിപ്പിച്ചിട്ടോ. കത്തിമലും തേമ്പി എൻ്റെ കജ്ജമലും നല്ലോണം തേമ്പിട്ടോ. വളഞ്ഞതിനധികം കജ്ജമല ഒട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വളഞ്ഞി ഉണ്ടാവുന്ന ചക്കേനിട്ടത്. അങ്ങോട്ട് പിന്നെ അതേപോലെ ഇങ്ങനെ കുത്തനെ ചക്ക ഒരു ചാക്കിൽ പിടിച്ചായിട്ട് നല്ലോണം അങ്ങനെ ചെത്തി ചെയ്യുമ്പോൾ കരിയോള് മുഴുവൻ ചെത്തി നന്നാക്കിട്ടോ. കത്തിക്ക് മൂർച്ചം കുറവായതുകൊണ്ട് കുറേ മേടിയായിട്ടാണ് കേട്ടോ ഞാനിത് തൊളിച്ചുണ്ടാക്കുന്നത്. ഇതേപോലെ ഇട്ടത് ചെത്തി നന്നാക്കേണ്ടത് നമ്മൾ ചക്ക അങ്ങനെ കുത്തനെ പിടിച്ചായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെട്ടി നന്നാക്കുകയാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. കത്തി കൈക്കറ്റാതെ നോക്കും വേണ്ടി വരും കേട്ടോ. നമ്മളുടെ പിന്നെ മൂർച്ചയില്ലാത്ത കത്തിയായതുകൊണ്ട് തിരക്കടില്ല. അങ്ങനെ ചക്കമത്തെ കരിയോള് മുഴുവൻ ചെത്തി ഞാൻ നന്നാക്കിട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മൂട്ടിലൊരു തുള്ളി ഉണ്ട്. പിന്നെ അതേപോലെ മേലുള്ള ഇതുണ്ട് കേട്ടോ ഞെട്ടി. അങ്ങനെ പിന്നെ അതിൻ്റെ ഞെട്ടിയും അതേപോലെ അതിൻ്റെ മൂട്ടിൽ തുള്ളി ബാക്കി ഉണ്ടായതും ഞാൻ നല്ലോണം ചെത്തി നന്നാക്കിട്ടോ. അങ്ങോട്ട് പിന്നെ എൻ്റെ കജ്ജമല് കുറച്ചും കൂടി ഇതാക്കി മട്ടാക്കിയായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടോ. വളഞ്ഞീനൊക്കെ നല്ലോണം കളഞ്ഞ് കുറച്ച് മട്ടെടുത്തായിട്ട് പിന്നെ നമ്മളിത് അതേപോലെ ചക്കമലും തേച്ച് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെടുത്ത ചക്കമത്തെ വളഞ്ഞി മുഴുവൻ അങ്ങോട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കണത്. പിന്നെ തേച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് കത്തിയൊക്കെ നല്ലോണം നന്നാക്കി മോറും നന്നാക്കിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടിച്ചക്ക മുഴുവൻ ഈ മുറത്തേക്ക് ഇങ്ങനെ ചെറിയ കുനുകുന കണ്ടങ്ങളാക്കി എരിഞ്ഞുണ്ടാക്കണം കേട്ടോ. കൊത്തി ഇങ്ങനെ എരിയലാണ്. അതിന് ഞാൻ വേറൊരു കത്തിയെടുത്തിട്ട് അധികം വളഞ്ഞതിനകത്ത് വേറൊരു കത്തിയെടുത്തിട്ട് ഒന്നുകൂടി മട്ടൈമലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടോ. കജ്ജിമത്തെ വളഞ്ഞതിനാണെങ്കിൽ എത്ര മട്ട് തേമ്പിട്ടും പോവില്ല കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് കാസറ്റാക്കി പോക്ക് എന്തായാലും. അങ്ങനെ പിന്നെ നേരെ ആ ചക്കകളെടുത്ത് മുറത്തേക്ക് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ആ ചക്ക കജ്ജിലെടുത്തിട്ട് നമ്മളിത് അതേപോലെ തലങ്ങും ബലങ്ങും നല്ലോണം മേട്ടപ്പണി നടത്തിട്ടോ. നല്ലോണം മേടി ഇങ്ങനെ കത്തി കൊണ്ട് ഇതേപോലെ ആക്കി ഉണ്ടാക്കിട്ടോ. എന്നിട്ട് പിന്നെ അവസാനം അങ്ങനെ ചെത്തിയെടുക്കലാണ് അതിമെന്ന്. ഇതേപോലെ അങ്ങനെ ചെറിയ കണ്ടം കുനുകുനായി കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയത്. അങ്ങനെ പിന്നെ കുറേ നേരം ചക്കമ്മ മേട്ടപ്പണി എടുത്തായിട്ട് കളിച്ച് കുത്തിർന്നിട്ടോ. കുറേ മേടും കുറേ എത്തിടും അതിനൊരു പണി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തിന് ഇത് അതേപോലെ ആണിട്ടോ ഞങ്ങൾക്ക് ഒന്നുകൂടി അടുത്തുനിന്ന് കാട്ടിയത്. അങ്ങനെ ആണിട്ടത് ചെത്തി നന്നാക്കേണ്ടത്. അങ്ങനെ അതിമത്തെ കാമ്പ് മുഴുവൻ ഇതേപോലെ അങ്ങനെ ചെത്തി നന്നാക്കിയിട്ട് നമ്മളെ മുറത്തിൽ നിറച്ചിട്ടിട്ടോ. അവസാനം കൂഞ്ഞി വേറായി കിട്ടുമ്പോൾ നമ്മൾ ഒഴിവാക്കുക കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ ഇപ്പം നമ്മൾ എരിഞ്ഞുണ്ടാക്കിയത് മുഴുവൻ കിട്ടിയത്. കരിയോളും കൂഞ്ഞും ഞെട്ടിയൊക്കെ ലാസ്റ്റ് ഞാൻ കുപ്പയെ കൊണ്ടുപോയി ഇട്ടാഞ്ഞിട്ടോ. കൂട്ടാൻ വെക്കലും അടുത്ത വീഡിയോയിലാക്കട്ടോ.